വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC ഹിന്ദിയിലെ 10ാമത്തെ ചാപ്റ്ററായ പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന കവിതയിലെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൈതൽ ചൽത്താ ഹുവ ആദ്മി, കാൽനടയാത്രക്കാരനായ മനുഷ്യൻ എന്ന കവിത വളരെ ചെറിയ ഒരു കവിതയാണെങ്കിലും വളരെ വലിയൊരു ആശയം നിറഞ്ഞൊരു കവിത കൂടിയാണിത്. ഈ കവിതയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താവും ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്? ഈ കവിതയുടെ ആശയം തന്നെയാണ്. ഈ കവിതയുടെ ആശയം മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ കവിതയിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ആദ്യം നോക്കാം. ഈ കവിത എഴുതിയിരിക്കുന്നത് സ്വപ്നിൽ ശ്രീ വാത്സവ് എന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ പേര് പഠിക്കാൻ കുറച്ച് ടഫ് ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങൾ ഈ പേര് പഠിക്കുക. കവിയുടെ പേര് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കവിതയുടെ ആശയം എഴുതുമ്പോൾ നിർബന്ധമായും കവിയുടെ പേര് എഴുതേണ്ടതുണ്ട്. SSLC എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും ചെറുതും എന്നാൽ വളരെ ആശയവും നിറഞ്ഞൊരു കവിത കൂടിയാണിത്. ഈ കവിത വെറുതെ വായിച്ചാൽ തന്നെ ഈ കവിതയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കാദ്യം ഈ കവിതയിൽ കാണിച്ച ഈ പിക്ചറിലോട്ടൊന്ന് നോക്കാം. എന്താണ് ഈ പിക്ചറിൽ പറയുന്നത്? ഒരുപാട് കാറുകൾ നിരനിരയായി പോകുന്ന റോഡ്. റോഡരികിലൂടെ കൂലിപ്പണിക്ക് പോകുന്ന പാവപ്പെട്ട ജനങ്ങൾ. നിങ്ങൾ ഈ ചിത്രത്തിലോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ കാറിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് ഒരു പുച്ഛ മനോഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ തൊഴിലാളികളുടെ മുഖത്തോ വളരെ നിരാശയും സങ്കടവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ഈ കവിതയിലും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിലുള്ള വലിയ ആളുകൾ, വലിയ പണക്കാരായ ആളുകൾ, എല്ലാവരും എന്നല്ല, ചിലരെങ്കിലും പാവപ്പെട്ട തൊഴിലാളികളെ വളരെ പുച്ഛ മനോഭാവത്തോടു കൂടിയാണ് കാണുന്നത്. തൊഴിലാളികളെ വളരെയധികം ചൂഷണം ചെയ്യുന്നു. അതുപോലെ അവർ സമൂഹത്തിൽ തരം താഴ്ന്നവരാണ് എന്ന് പണക്കാരായ ആളുകൾ വിചാരിക്കുന്നു. സമൂഹത്തിലെ ഇക്വാലിറ്റീസ് ഒന്നും അവർക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നില്ല. ഇതിനൊക്കെ എതിരായിട്ട് പറയുന്ന ഒരു കവിതയാണ് പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന ഈ കവിത. ഈ കാൽനട യാത്രക്കാരായി പോകുന്ന ആളുകൾ എന്ന് പറയുന്ന ഈ സാധാരണക്കാരായ ആളുകൾ നിസ്സാരക്കാരല്ല. അവരിൽ ചിലർ കൃഷി ചെയ്യുന്നവരാണ്. അവർ ഇന്ന് കൃഷി ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ പണക്കാരായ ആളുകൾക്ക് ഭക്ഷണം ലഭിക്കില്ല. അവരിൽ ചിലർ വീടുകള് അതുപോലെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നവരാണ്. അവർ ആ തൊഴിൽ ചെയ്തില്ലായിരുന്നു എങ്കിൽ പണക്കാരായ ആളുകൾക്ക് വലിയ വീടും കൊട്ടാരവും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ തൊഴിലാളികളായ ആളുകൾ, ഇവിടെ കാൽനട യാത്രക്കാരായ ആളുകൾ എന്ന് പറയുന്ന തൊഴിലാളികളായ പാവപ്പെട്ട ജനങ്ങൾ ഈ പണക്കാർക്കെതിരായിട്ട് ഒരു തീരുമാനമെടുത്താൽ, അവർക്കുള്ള ചൂഷണത്തിനെതിരായിട്ട് ഇവരൊന്ന് പാവപ്പെട്ട ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ, ഈ പണക്കാരായ ആളുകൾ കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യം തകർന്ന് ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു തരുന്ന വളരെ വലിയ ആശയം നിറഞ്ഞ ഒരു കവിതയാണിത്. ഈ കവിതയുടെ ആശയം വളരെ ചുരുങ്ങിയ രൂപത്തിൽ, ഒരു നിസാര രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണിത്. ആദ്യം മക്കൾ, നിങ്ങൾ നന്നായിട്ട് ഈ കവിത ആദ്യം നന്നായിട്ട് വായിക്കുക. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഈ കവിതയുടെ ആശയമാണ്. ആശയം എഴുതുമ്പോൾ നമുക്കറിയാം 3 പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിൽ കവിതയുടെ പേര്, കവിയുടെ പേര് ഒക്കെയാണ് എഴുതേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് എഴുതേണ്ടത്. തേർഡ് പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ, കവിതയെക്കുറിച്ച് ചെറിയൊരു കൺക്ലൂഷൻ ആണ് എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് കവിതയുടെ ആശയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നോക്കാം. യഹ് ഹിന്ദി के प्रमुख कवि, कहानीकार एवं लेखक श्री स्वप्निल श्रीवात्सव जी का एक छोटी कविता है. ഈ കവിത ആരുടെ കവിതയാണ് എന്നാണ് പറഞ്ഞത്. ഹിന്ദിയിലെ പ്രമുഖ കവിയും കഹാനിക്കാരനും അതുപോലെ ലേഖകനുമായ ശ്രീ സ്വപ്നിൽ ശ്രീവാത്സവിന്റെ ഒരു ചെറിയ കവിതയാണ്. इस कविता में कवि ने एक साधारण व्यक्ति की महत्ता और शक्ति को बहुत सुंदर ढंग से बताया है. ഇസ് കവിതാമേം, കവി, ഈ കവിതയിൽ നമ്മുടെ ഈ കവി സ്വപ്നിൽ ശ്രീവാത്സവ് എന്ന കവി ഒരു സാധാരണ വ്യക്തിക്ക്, ഒരു സാധാരണ വ്യക്തിയുടെ മഹത്ത ഇമ്പോർട്ടൻസ് ഔർ ശക്തി, അദ്ദേഹത്തിന്റെ ശക്തിയെയും ബഹുത് സുന്ദർ ഢംഗ് സേ ബതായ ഹെ, വളരെ സുന്ദരമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. नेक्स्ट सेकंड पैराग्राफ. चमकदार सड़क पर तेजी से चलने वाली कारों के बीच पैदल चलने वाला आदमी छोटा और कमजोर दिखाई देता है.
ചമക്ദാർ സടക്ക് പർ തിളങ്ങുന്ന റോട്ടിൽ തേസീസെ ചൽനെ വാലി വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറോം കെ ബീച്ച് കാറുകൾക്കിടയിൽ പൈതൽ ചൽനെ വാല ആദ്മി കാൽനടയാത്രക്കാരായ ആളുകളെ ചോട്ടാ ഔർ കംസോർ ദിക്കായി ദേത്താ ഹെ. അവർ വളരെ ചെറുതും അതുപോലെ കംസോർ കംസോർ വീക്ക് ആയിട്ടും അവരെ വളരെ ദുർബലരുമായിട്ട് കാണുന്നു. അപ്പോൾ കാറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നടന്നു പോകുന്ന ആളുകൾ വളരെ നിസ്സാരക്കാരാണ്, വളരെ ബലഹീനരാണ്. കാറോമേ ബൈറ്റെ ബഡേ ലോഗ് ഉസെ തുച്ഛ സമച്ചത്തെ ഹെ. കാറിലിരിക്കുന്ന വലിയ ആളുകൾ അവരെ തുച്ഛമായിട്ട് നിസ്സാരമായിട്ടാണ് കാണുന്നത്. ജൈസെ വഹ് കിസി ഓർ ദുനിയാ കാ ഇൻസാൻ ഹോ. എന്തെന്നാൽ അവർ ഏതോ ലോകത്തിലെ കിസി ഔർ ദുനിയാക്ക ഇൻസാൻ ഹോ, വേറെ ഏതോ ലോകത്തിലെ ആളുകളാണ്. ലേക്കിൻ കവി ബത്താത്താ ഹെ कि असली ताकत उसी साधारण आदमी के पास है. ലേക്കിൻ എന്നാൽ കവി ബത്താത്താ ഹെ, കവി നമ്മോട് പറയുന്നു കി എന്തെന്നാൽ അസലി താക്കത്ത് യഥാർത്ഥ ശക്തി ഉസി സാധാരണ ആത്മീക്കെ പാസെ ആ സാധാരണ ആളുകളുടെ അടുത്താണുള്ളത്. കവി कहता है, കവി പറയുന്നു कि अगर वही आदमी खेतों में अनाज उगना बंद कर दे तो अमीर लोग भी भूख रह जाएंगे. കവി കഹത്ത ഹെ, കവി നമ്മോട് പറയുന്നു അഗർ ഒരു പക്ഷേ വഹി ആത്മി ആ ആളുകള് ആ മനുഷ്യർ പാവപ്പെട്ടവരായ ആ ജനങ്ങൾ ഗേത്തോമേം വയലുകളിലെ അനാജ് ഉഗ്ന ബന്ദ് കർ ദേത്തോ ധാന്യം വിളക്കാൻ ഇടാൻ കൃഷി വിളവെടുക്കാൻ അവർ ബന്ദ് കരയത്തോ ചെയ്യാതിരുന്നാൽ നിർത്തുകയാണെങ്കിൽ, അവർ കൃഷി ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ അമീർ ലോഗ് ബി ഭൂക്ക് രഹി ജായേങ്ക, പണക്കാരായ ആളുകൾ ഈ അമീർ ലോഗ് എന്ന് പറയുന്ന ഈ പണക്കാരായ ആളുകള് ഭൂക്ക് രഹി ജായേങ്ക വിശപ്പിലാവും, പട്ടിണിയിലാവും. മക്കാൻ ബനിന ചോട് ദേത്തോ എന്നാൽ അവർ വീട് നിർമ്മിക്കുന്നത് നിർത്തിയാൽ കാർ വാലെ ലോഗോം കെ പാസ് രഹിനേക്ക ജഗഹ് നഹി ബച്ചേങ്ക, ഈ കാറിലിരിക്കുന്ന ആളുകള്, ഈ വലിയവരെന്ന് പറയുന്ന ഈ കാറിലിരിക്കുന്ന ആളുകൾക്ക് ജഗഹ് പാസ് രഹിനേക്ക് ജഗഹ് നഹി ബച്ചേങ്ക, അവർക്ക് താമസിക്കാൻ സ്ഥലം ലഭിക്കില്ല. കവിത യഹ് സന്ദേശ് ദേത്തി ഹെ, കവിത ഈ സന്ദേശമാണ് നമുക്ക് തരുന്നത് കി സമാജ് കെ ബഡേ ഔർ അമീർ ലോഗ്, സമൂഹത്തിലെ വലിയവരെന്ന് പറയുന്ന ഈ അമീർ ലോഗ് പണക്കാരായ ആളുകൾ ജിസ് വ്യക്തി കോ ചോട്ടാ സമച്ചത്തെ ഹെ, ഏത് വ്യക്തികളെയാണ് ചെറുതായിട്ട് കാണുന്നത്, ഏത് വ്യക്തികളെയാണ് അവർ ചെറുതാണെന്ന് മനസ്സിലാക്കുന്നത്, വഹി വാസ്തവമേ ദുനിയാക്കോ ചലായ രക്താ ഹെ, അവരാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ ചലായ രക്താഹെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൈതൽ ചൽത്ത ആത്മീ മെഹനത്തി ഈമാൻദാർ ഔർ ശക്തിശാലി ഹെ, കാൽനടയാത്രക്കാരായ ഈ ആളുകൾ മെഹനത്തി പരിശ്രമശാലി, അവർ അധ്വാനിയാണ്, ഈമാൻദാർ സത്യവിശ്വാസിയാണ്, ശക്തിശാലി അവർ ശക്തിയുള്ളവരും ആണ്. ജിസ് ദിൻ വഹ് അപ്പനി താക്കത്ത് पहचान होगा उन लोगों के अहंकार और बड़ेपन का साम्राज्य गिर जाएगा. ജിസ് ദിൻ ഏത് ദിവസമാണ് വഹ് അപ്പനി താക്കത്ത് പഹച്ചാൻ ലേങ്ക അവർ തന്റെ ശക്തി തിരിച്ചറിയുന്നത്, ഉൻ ലോകോം കെ അഹങ്കാർ ആ ആളുകളുടെ അഹങ്കാരം, ഔർ ബഡേപ്പൻ എന്ന് വെച്ചാല് അവരുടെ പൊങ്ങച്ചവും സാമ്രാജ്യ ഗിർജാന പൊങ്ങച്ചമുള്ള സാമ്രാജ്യവും ഗിർജായേങ്ക വീട് പോകും, തകർന്നു പോകും. ഏത് ദിവസമാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ശക്തി തിരിച്ചറിയുന്നത്, ആ ദിവസം ഈ പണക്കാരായ ആളുകളുടെ അഹങ്കാരവും പൊങ്ങച്ചവും നിറഞ്ഞ ഈ സാമ്രാജ്യം ഗിർജായേങ്ക നശിച്ചു പോകും, വീണു പോകും എന്നാണ് ഈ കവിതയുടെ ആശയമായിട്ട് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. തേർഡ് പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ ആണ്, നോക്കാം. യഹ് കവിത ഹമേം സിക്കാത്തി ഹേ कि किसी को भी छोटा या कमजोर समझना गलत है. യഹ് കവിത ഈ കവിത ഹമേം സിക്കാത്തി ഹെ നമ്മെ പഠിപ്പിക്കുകയാണ് कि किसी को भी ആരെയും ചോട്ടായ കംസോർ സമച്ചന ഗലത്ത് ഹെ, ചെറിയവരാണ് എന്നും അവർ വീക്കാണ് ദുർബലരാണ് എന്നും കരുതുന്നത് തെറ്റാണ്.
हर व्यक्ति के पास अपनी एक ഖാസ് ശക്തി होती है. ഹർ വ്യക്തി കെ പാസ് ഓരോ വ്യക്തിയുടെ അടുത്തും അപ്പനി ഏക് ഖാസ് ശക്തി होती है തന്റേതായ ഒരു പ്രത്യേക കഴിവുകൾ അവർക്കുണ്ട്. और दुनिया उसी के मेहनत से आगे बढ़ती है. ദുനിയ ലോകം ദുനിയ ഉസി കി മെഹനത്ത് സെ ലോകം അവരുടെ അധ്വാനത്താലാണ് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ആകെ ബഡ്തി ഹെ മുന്നോട്ട് പോകുന്നത്. ഇത്രയാണ് ഈ കവിതയുടെ ആശയം. വളരെ സിമ്പിൾ ആക്കി കൊടുത്തിരിക്കുകയാണ്. മക്കളെ കൂട്ടത്തിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഈ കവിതയുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ വേറൊരു വീഡിയോ ആയി കൊടുക്കുന്നുണ്ട്. ഈ കവിതയുടെ ആശയം മക്കൾ നന്നായിട്ട് പഠിച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. SSLC എക്സാമിന് ഒരു കവിത നിർബന്ധമായിട്ടും ചോദിക്കും. 6 മാർക്കിനാണ് കവിതയിൽ നിന്ന് വരുന്നത്. എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെ എന്നൊരു ചെറിയൊരു മോഡൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. പൈതൽ ചലനെ വാല ആദ്മി കവിതാംശ് പഠേ ഔർ ഉത്തർ ലിഖേ. പൈതൽ ചലനെ വാല ചൽത്താ ഹുവ ആദ്മി എന്ന കവിത വായിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാർമേം ബൈഠേ ഹുയെ ബഡേ ലോഗ് ഉസെ ഹിക്കാരത്ത് സെ ദേഖത്തെ ഹെ ജൈസെ വഹ് കിസി ദുനിയ സെ ആയാ ഹുവ ആദ്മി ഹോ വേ നഹീം ജാൻതെ ഹെ കി ഉസ്കെ ദം പർ ഉൻകെ ചെഹ്രെ പർ രൗനക് ഹെ. കവിതയുടെ ആദ്യ ഭാഗ്യമാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിശേഷൻ ശബ്ദ പഹ്ചാൻ വിശേഷൻ ശബ്ദ ചുൻകറിലേക്ക്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വിശേഷൻ ശബ്ദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദുനിയ, ചെഹര, ആത്മി, ബഡ. നമുക്കറിയാം ദുനിയ എന്ന് വെച്ചാൽ ഒരു ദുനിയ എന്ന് വെച്ചാൽ ലോകം, വേൾഡ്. ചെഹര മുഖം, ആത്മി മനുഷ്യൻ, ബഡ വലുത്. അപ്പൊ വിശേഷൻ ശബ്ദം ഇവിടെ ബഡ എന്നാണെന്ന് അറിയാം. ഇത് 3 നൗൺസ് ആണ്. നൗൺസിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് വിശേഷൻ ശബ്ദ്. നെക്സ്റ്റ് പഹ്ചാൻ കർ ലിഖേ കോൺസാ ക്രം സഹി ഹെ. ഏത് ഓർഡർ ആണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഇവിടെ മാച്ച് ദ ഫോളോവിങ് ആണ്, മാച്ച് ചെയ്യാനാണ്. അപ്പൊ ചമക്ദാർ സടക്ക് പർ തിളങ്ങുന്ന റോട്ടിൽ, കാർമേം ബൈഠേ ഹുയെ കാറിലിരിക്കുന്ന, പൈതൽ ചൽത്ത കാൽനട യാത്രക്കാരായ. ഇവിടെ ബഡേ ലോഗ് വലിയ ആളുകൾ, ഗരീബ് ആദ്മി പാവപ്പെട്ട ആളുകൾ, ചലേ രഹേ കാർ ചലിച്ചു കൊണ്ടിരിക്കുന്ന കാർ. അപ്പോ ചമക്ദാർ സടക്ക് പർ ചലേ രഹേ കാർ തിളങ്ങുന്ന റോഡിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാർ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാർ. കാർമേം ബൈഠേ ഹുയെ കാറിലിരിക്കുന്നത് ആരാണ്? ബഡേ ലോഗ് വലിയ ആളുകൾ, പൈതൽ ചൽത്ത കാൽനട യാത്രക്കാരായ, ഗരീബ് ആദ്മി പാവപ്പെട്ട ആളുകൾ. അപ്പൊ ഇതിവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ആ കാച്ച ഏതിനോടാണ് മാച്ച് ആയിട്ടുള്ളത് എന്ന് എടുത്തെഴുതാന്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പൈതൽ ചലത്തെ ഹുവ ആദ്മി കവിത പർ ടിപ്പണി ലിഖെ. കവിതയുടെ ഒരു ടിപ്പണി, ഷോർട്ട് നോട്ട് എഴുതാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ കവിതയുടെ ആശയം തന്നെയാണ് എഴുതേണ്ടത്. കവിതയുടെ ആശയത്തിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഈ കവിതയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കവിത കൂടിയാണിത്. മക്കൾ നന്നായിട്ട് പഠിക്കുക. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്